നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ആഫീസിൽ കൊണ്ടുപോയി SFI DYFIക്കാര് കൊടി കുത്തണം, എന്നിട്ട് അവിടെ ഇരുന്ന് രാപകൽ സമരം നടത്തണം. വി ശിവൻകുട്ടിയെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ രാജിവെപ്പിക്കുകയും വേണം. അങ്ങനെ ഒരു പ്രതിഷേധ സമരം നടത്താൻ ഈ പറയുന്ന കമ്മിക്കൂട്ടങ്ങൾക്ക് നട്ടെല്ലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തെ പച്ചയ്ക്ക് വഞ്ചിച്ചിരിക്കുകയാണ് വി ശിവൻകുട്ടിയും പിണറായി വിജയനും. എന്നിട്ടും അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് കമ്മിക്കുഞ്ഞുങ്ങൾക്കെന്നും വലിയ ആക്ഷേപമാണ് ഉയർന്നത്. വ്യാപക എതിർപ്പുകൾ തള്ളി കേന്ദ്ര സർക്കാരിന്റെ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ട പശ്ചാത്തലത്തിൽ വെട്ടിലായത് SFIയും DYFIയും ഒക്കെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച് നിലപാട് സ്വീകരിച്ച SFIക്കാരാണ് ധാരണാപത്രം ഒപ്പിട്ടതോടെ വെട്ടിലായിരിക്കുന്നത്. തങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളും വീരവാദങ്ങളും വെറുതെയായി എന്നാണ് SFIക്കാരുടെ പൊതുവികാരം. അതായത് പാർട്ടി തങ്ങളെ വഞ്ചിച്ചു എന്ന്. സോഷ്യൽ മീഡിയയിലടക്കം കുട്ടി സഖാക്കളെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. SFIക്കെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നവരിൽ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണുമുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്ന SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ വീഡിയോ പങ്കുവെച്ച് അല്പമെങ്കിലും ഉളുപ്പാകാം എന്നായിരുന്നു കുറിച്ചത്. ABVP ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും PM ശ്രീയെ എതിർത്തുവെന്നും കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കില്ല എന്നുമായിരുന്നു സഞ്ജീവ് അന്ന് വീഡിയോയിൽ പറഞ്ഞത്. PM ശ്രീ അങ്ങനെ പിണറായി ശ്രീ ആയി. എന്തൊക്കെയായിരുന്നു ബഹളങ്ങൾ! ഇടതുപക്ഷ ബദൽ, സംഘപരിവാർ പ്രതിരോധം, മാങ്ങാ തൊലി, തേങ്ങാ കുല. ഇത്രയ്ക്ക് അനൈക്യമുള്ള പിണറായിസ്റ്റ് മുന്നണിയാണത്രേ 3.0 ഉണ്ടാക്കുന്നത്. പരസ്പര ധാരണയില്ലാത്ത പിണറായി മന്ത്രിസഭയാണ് നരേന്ദ്രമോദിയുമായുള്ള സംഘപരിവാർ പാഠ്യപദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടത്. തൃശൂർ പൂരം വരെ കലക്കി സുരേഷ് ഗോപിക്ക് പാർലമെന്റിലേക്ക് വഴിവെട്ടിയ പിണറായി വിജയന്റെ മുന്നിൽ കീഴടങ്ങിയ CPI ഇവിടെയും തേഞ്ഞു. ഇത്തരം നിലപാടുകളിൽ എന്നും തോൽക്കാൻ മാത്രമാണ് CPIക്ക് വിധി. ഇപ്പോൾ ഉറപ്പായില്ലേ പിണറായി മന്ത്രിസഭയിലെ രണ്ടാം കക്ഷി BJP ആണെന്ന്. ഈ മുന്നണി LDF അല്ല, BJP ആണ്. ജിൻഡോ വലിയ പരിഹാസമാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് തങ്ങളുടെ സമര വിജയമാണെന്ന അവകാശവാദവുമായി ABVP രംഗത്തെത്തിയിട്ടുണ്ട്. കേരള സർക്കാർ കേവലമായ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിക്ക് എതിരെ നിലപാടെടുത്തപ്പോൾ വിദ്യാർത്ഥികളുടെ ക്ഷേമം പരിഗണിച്ച് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം എന്ന നിലപാടെടുത്ത ഏക വിദ്യാർത്ഥി സംഘടന ABVP മാത്രമാണ്. പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനം തുടർ സമരങ്ങളുടെ വിജയമാണ്. സംസ്ഥാനത്തെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണഫലം ലഭിക്കും. 2025 ഏപ്രിൽ 18 PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രതിനിധി സംഘം വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും വലിയ സമരങ്ങളുമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് തെരുവിലിറങ്ങുകയും ചെയ്തു. ജില്ലകളിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെയും CPIM ഗുണ്ടകളുടെയും വ്യാപക ആക്രമണമുണ്ടായി. പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശി. സംസ്ഥാന സെക്രട്ടറി അടക്കം 19 പ്രവർത്തകർ ജയിലിലടക്കപ്പെട്ടു. ABVPയുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഫലമായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ കേരളത്തിലെ ഇതര വിദ്യാർത്ഥി സംഘടനകൾ മുഴുവനും പദ്ധതിയെ എതിർത്തപ്പോഴും സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുന്ന പദ്ധതിയിൽ കേരളം അംഗമാകണം എന്ന നിലപാടെടുത്തത് ABVP മാത്രമാണ്. മാസങ്ങളോളം നീണ്ട തുടർ സമരങ്ങളുടെ ഫലമാണ് ഇന്നത്തെ നിലപാട് മാറ്റമെന്നും ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് പ്രസ്താവനയിൽ പറഞ്ഞു. മന്ത്രിസഭയിലും മുന്നണിയിലും CPI ഉയർത്തിയ എതിർപ്പുകൾ തള്ളിയാണ് ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടത്. സർക്കാർ നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച ഡൽഹിയിലെത്തിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ K വാസുകിയാണ് സംസ്ഥാനത്തിനു വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ ഫണ്ട് തടയപ്പെട്ട സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഡയറക്ടർ ഡോക്ടർ AR സുപ്രിയയും സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു. 3 തവണ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പദ്ധതിയിൽ ഒപ്പിടുന്നതിലെ ആശങ്ക അറിയിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിലും മന്ത്രി K രാജൻ CPIയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിരുന്നു. പദ്ധതിയുടെ ഭാഗമാകുന്നതിനുള്ള വിയോജിപ്പ് CPM നേതൃത്വത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഡൽഹിയിലെ ഒപ്പിടൽ. പദ്ധതിയിൽ ഒപ്പിട്ടതോടെ സമഗ്ര ശിക്ഷ പദ്ധതിയിൽ തടഞ്ഞുവെച്ച കേന്ദ്ര വിഹിതം ഉടൻ അനുവദിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ അറിയിച്ചതായിട്ടാണ് വിവരങ്ങൾ. വിവിധ വർഷങ്ങളിലെ കേന്ദ്ര വിഹിതമായ 1148 കോടി രൂപയാണ് തടഞ്ഞുവെച്ചത്.
2022 കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ നിഗൂഢ ചരട് മുൻനിർത്തിയാണ് കേരളം ഒപ്പിടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നത്. RSS താൽപര്യപ്രകാരം കാവ്യവൽക്കരണ അജണ്ടയിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിലെ ഒന്നാമത്തെ വ്യവസ്ഥ. ഈ വ്യവസ്ഥയ്ക്ക് കീഴിലാണ് PM ശ്രീക്കായി കേരളം ഒപ്പിട്ടത്. ബ്ലോക്കുകളിൽ 2 സ്കൂളുകളെ വീതം തെരഞ്ഞെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവയ്ക്ക് PM ശ്രീ പദ്ധതി വഴി ഫണ്ട് അനുവദിക്കും. ഇത് കൃത്യമായ സംഘപരിവാർ അജണ്ടയാണെന്നും സംഘപരിവാറിസം വളർത്തുന്നതിനു വേണ്ടി പാഠ്യപദ്ധതികളിൽ പലതും എഴുതി ചേർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള വാദങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. തുടക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഈ പദ്ധതിയിൽ പങ്കുചേരില്ല എന്ന് കട്ടായം പറഞ്ഞിരുന്നു. പിന്നീടാണ് നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റിയത്. ഇങ്ങനെ പ്ലേറ്റ് മാറ്റി കുട്ടികളെ വഞ്ചിച്ച സർക്കാരിനെതിരെ കോൺഗ്രസും UDF-ഉം വലിയ തോതിൽ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.